ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബൊലിവാട് വേൾഡിലേക്കാണ്. കയറിയ പാടെ എൻ്റെ കയ്യിൽ സ്പ്രേ ഒക്കെ തയ്ച്ചാണ്. സൗദിയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു പോകുമ്പോഴായിരുന്നു കുട്ടികൾക്കൊരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് സ്റ്റെപ്പ് ഇട്ട് കളിച്ചപ്പോഴാണ് സൗദി ലേഡീസ് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ അവർ സലാമൊക്കെ വീട്ടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല വിശപ്പായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഏതോ ഒരു കടയിൽ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വെള്ളവും ഫ്രഞ്ച് ഫ്രൈസും മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ പോയിട്ട് വെയിറ്റിംഗ് തന്നെയായിരുന്നു. വേഗം വരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റിങ്ങേ ആയിരുന്നു. അങ്ങനെ എല്ലാം നിങ്ങൾ കാണില്ലേ മേലെ ഓരോരോ സെക്ഷൻ പോലെ, അതൊക്കെ സോസുകളാണ്, വെറൈറ്റി സോസുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് അങ്ങോട്ട് ഒഴിച്ചോ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം ഒഴിക്കാൻ പറഞ്ഞപ്പോൾ അവരെല്ലാം ഒഴിച്ചു തന്നു. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസും വെള്ളമൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് എല്ലാതും. പിന്നെ മേലെ കൂടെ എന്തോ സൗണ്ട് കേട്ടപ്പോഴാണ് ഹെലികോപ്റ്ററും ഫ്ലൈറ്റൊക്കെ പോകണ്ടായിരുന്നത്. അതും കണ്ട് ഞാൻ എന്ത് ചെയ്തു, ഫ്രഞ്ച് ഫ്രൈസും തിന്ന് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ബോയ്സിനെ കണ്ടത്. ബോയ്സിന് ഞാൻ സലാമൊക്കെ വീട്ടി വീണ്ടും ഞാൻ നടന്നു പോവുകയാണ്. വീണ്ടും നല്ല നടക്കുമ്പോഴായിരുന്നു ഒരു പർപ്പിൾ കളറ്, ഞാട്ട ഡ്രസ്സിൻ്റെ തന്നെ ഒരു കളർ ലൈറ്റ്, പിന്നെ ഒരു പഴയ കാറുണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ യോഗ കാണിച്ച് അടിപൊളിയായി നിന്നപ്പോഴാണ് ചൈനയിൽ എത്തിയത്. ചൈനയിൽ എത്തിയപാട് നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ കുറേ തിരക്കൊക്കെ ഉണ്ടാവുന്നു. സൂപ്പറായിരുന്നു. അതിൻ്റെ അടിയിൽ നോക്കിയാൽ കാണാം വെള്ളത്തിൽ കൂടെ ഒക്കെ ബോട്ട് പോണത്. അതിലേക്കൊക്കെ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റും. അതിൻ്റെ അടിയിൽ ലൈറ്റ് ഉണ്ട്. അവിടുന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല രസമായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ കാണാനായിട്ട്. അടിപൊളി സ്ക്രീനായിരുന്നു, നമ്മൾ TV കാണുന്ന പോലെ. അങ്ങനെ ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. നടക്കുമ്പോഴായിരുന്നു ഞാൻ ഒരുപാട് ഭംഗിയുള്ള പർപ്പിൾ കളർ കണ്ടത്. അങ്ങനെ ഞാനിങ്ങനെ പറക്കണ പോലെ ഇങ്ങനെ ഓടിക്കളിക്കായിരുന്നു. അവിടെ നല്ല സ്പേസ് ആയിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടുന്നോ കിളികളിൻ്റെ ഒച്ച കേട്ടു. നോക്കുമ്പോഴോ മെക്കാവും അവിടെ ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ മെക്കാവിൻ്റെ അടുത്ത് പോയി ഹായൊക്കെ കാണിച്ചു. 3 മെക്കാവും ഒപ്പം ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓരോരുത്തരും ഓരോരോ സൈറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഞാൻ അവരുടെ അടുത്തൊക്കെ ഇത്തിരി നേരം സംസാരിച്ചു. അടിപൊളിയായിരുന്നു അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് കളിക്കാനൊക്കെ. ഞാൻ കൈ കൊട്ടി അവരെ വിളിച്ച് ലാസ്റ്റ് ഞാൻ എത്തി. ചൈനയിൽ തന്നെയാണ് ഇതുള്ളത്. ചൈനയിൽ തന്നെ ഞാൻ കറങ്ങിയിരുന്നു. അവിടെ തന്നെ തോന്നെ സ്പേസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരിൻ്റെ വാളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. അതിലിങ്ങനെ ഊരാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അതൊരു വാളാണ്. അങ്ങനെ അതും നോക്കി. പിന്നെ ഞാൻ എത്തിയത് ഈ ഗ്രീസിലാണ്. ഗ്രീസിലെത്തിയപ്പോൾ അവിടെ ഏറ്റവും വലിയ രാജാവിൻ്റെ മുഖത്തിടുന്ന മാസ്കും കിരീടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ നല്ല ഷോക്കായി. ഞാൻ അവിടെ പോയി കുറേ നേരം ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുമായിരുന്നു. അപ്പോഴായിരുന്നു ഒരു ഗെയിം എൻ്റെ കണ്ണിൽ പെട്ടത്. ഈ ഒരു ബോൾ ആ ബാസ്ക്കറ്റ് പോലെ ഇങ്ങനെ ഇടാൻ പോലും. അപ്പോഴാണ് നമുക്ക് ആ ബോൾ ഇട്ടാൽ നമുക്കൊരു വലിയ ടെഡ്ഡി ബിയറിനെ കിട്ടും. പിന്നെ ഞാൻ എത്തിയത് ഈജിപ്തിലാണ്. ഈജിപ്തിലെത്തിയപ്പോൾ അടിപൊളിയായിരുന്നു, ഒരുപാട് അടിപൊളിയായിരുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞാൻ കുറേ നന്നായി അവിടെ ഈജിപ്ത് തന്നെ നമുക്ക് അറിയാമല്ലോ എവിടേക്ക് നല്ല സ്ഥലമുണ്ട് എന്ന്, രസമുണ്ട്. പിന്നെ ഞാൻ എത്തിയത് ആഫ്രിക്കയിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ആഫ്രിക്ക പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അവിടെ അനിമൽസിൻ്റെ പിക്ചേഴ്സ് അവരൊരു ഒരു സർക്കിൾ കളർ സാധനത്തിൽ അവരെന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അതിൽ അനിമൽസ് അതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അതിൽ ആ സ്ക്രീനിൽ ഇങ്ങനെ ഓരോ ഡിസൈന് വരുന്നുണ്ട്. അനിമൽസ് മാത്രമല്ല വേറെ അതിൽ എന്തൊക്കെയോ വരുന്നുണ്ട്. അതും കണ്ട് ഞാൻ നല്ല ഹാപ്പിയിൽ തുള്ളിച്ചാടി നടക്കുകയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ സ്ക്രീനിൽ കാണാൻ സൂപ്പർ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞാൻ കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. നല്ല ഭംഗിയായിരുന്നു. പിന്നെ അങ്ങനെ സ്റ്റെപ്പ് പോലത്തെ എന്തോ ഉണ്ടായിരുന്നു, അവിടെയും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ അനിമൽസിനെ നോക്കി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ സ്ക്രീനിൽ അനിമൽസിനെ ഇങ്ങനെ ആക്കിയപ്പോൾ. പിന്നെ ഒരു ഗെയിം, പേടിക്കുന്ന ഒരു ഗെയിമിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ കയറി നോക്കിയപ്പോൾ പ്രേതത്തിൻ്റെ ഒക്കെ പിക്ചർ കണ്ടപ്പോൾ ഞാനും പേടിക്കാൻ തുടങ്ങി. തലയൊക്കെ കിടക്കുന്ന കണ്ടിട്ട് ഞാൻ വിറക്കിയായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ ഞാൻ ഇറങ്ങി ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെത്തപ്പോൾ പറയണ്ടല്ലോ, അവർ സ്പ്രേ വീണ്ടും എൻ്റെ കയ്യിൽ തന്ന്. ഞാൻ എന്ത് ചെയ്തു, ഇന്ത്യ ഫുഡ് തന്നെ അവിടെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഇന്ത്യയിലല്ലേ എത്തിയത്, അപ്പോൾ ഇന്ത്യ ഫുഡല്ലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലയിൽ തേക്കുന്ന മുടി വളരുന്ന ഒരു എണ്ണ. അത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് ഒന്ന് ഓടിപ്പോയി. ഇനി തലയിൽ തേച്ച് മുടി വളരണ്ടേ.
അത് കാരണം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു ലേഡീൻ്റെ മുടി കണ്ടപ്പോൾ ഞാൻ നെട്ടി. അടിഭാഗം വരെ അവരുടെ മുടി ഉണ്ടായ എണ്ണ തേച്ചിട്ട്. അങ്ങനെ ഞാൻ അവരുടെ കുറച്ച് നേരം മുടിയൊക്കെ നോക്കി എണ്ണയൊക്കെ മേടിച്ച് നല്ല സൂപ്പറായിരുന്നു ഇങ്ങനെ കാണാനായിട്ട്. അതിലാർക്കും വേണമെങ്കിൽ തേക്കാം. പിന്നെ ഇന്ത്യൻ്റെ ഒരു ഫ്ലാഗിൻ്റെ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ 2-3 സല്യൂട്ടൊക്കെ അടിച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൽ ഇന്ത്യൻ്റെ എല്ലാം ഉണ്ട്. അതിന് സല്യൂട്ടൊക്കെ അടിച്ച് നല്ല ഇഷ്ടപ്പെട്ടു എനിക്കത് അങ്ങനെ കാണാനായിട്ട്. പിന്നെ ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. വീണ്ടും പറഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്ത് തന്നെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് അല്ലേ ഉള്ളൂ. അതാണ് ഞാൻ വീണ്ടും വേറെ ഏതോ സ്ഥലത്തേക്ക് പോയി. എനിക്ക് എവിടേക്കേ പോകണമെന്നൊരു ഐഡിയ ഇല്ല. ഏതൊക്കെ